ഇനി നോക്കാം ടെക് ലോകത്തെ വാർത്തകൾ. ഗൂഗിൾ ക്രോം ഇനി മുതൽ സൂപ്പർ ബ്രൗസർ. ഗൂഗിൾ ക്രോം ബ്രൗസറിൻ്റെ ഗൂഗിളിൻ്റെ ജെമിനി AI സംയോജിപ്പിക്കുന്നു. മൊബൈലിൽ iOS-ലും ആൻഡ്രോയിഡിലും ഈ സംയോജനം യൂസർമാർക്ക് ലഭ്യമാകും. വിവരങ്ങൾ തിരയാൻ, ഷോപ്പിങ്ങിന്, വീഡിയോകൾ കാണാൻ ഇന്ന് ദശലക്ഷക്കണക്കിന് ആളുകൾ ഗൂഗിൾ ക്രോം ബ്രൗസർ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ക്രോമിനെ കൂടുതൽ മികച്ചതാക്കിയിരിക്കുകയാണ് കമ്പനി. ക്രോമിലേക്ക് ഗൂഗിൾ ജെമിനി AI സംയോജിപ്പിച്ചിരിക്കുകയാണ്. അടുത്ത കാലത്ത് ക്രോം ബ്രൗസറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിൽ ഒന്നാണിത്. ഓപ്പൺ AI, ആന്ത്രോപിക്, പെർപ്ലക്സിറ്റി തുടങ്ങിയ എതിരാളികൾക്കെതിരെ സ്ഥാനം ശക്തിപ്പെടുത്താൻ ഗൂഗിൾ ശ്രമിക്കുന്നതിനിടെയാണ് ഈ നീക്കമെന്നതാണ് ശ്രദ്ധേയം. ഈ കമ്പനികളെല്ലാം AI ഡ്രിവൺ ബ്രൗസറിൽ ടൂളുകൾ അവതരിപ്പിക്കുന്നു. അമേരിക്കയിലെ മാക്, വിൻഡോസ് കമ്പ്യൂട്ടറുകളിലും മൊബൈൽ ഡിവൈസുകളിലും ആയിരിക്കും ഗൂഗിൾ ക്രോമിലെ ജെമിനി AI സംയോജനം തുടക്കത്തിൽ ലഭ്യമാകുക. ക്രോമിലെ ഒരു പുതിയ ജെമിനി ബട്ടൺ ഉപഭോക്താക്കളെ വെബ് പേജുകളുടെ ഉള്ളടക്കത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനും വിവരങ്ങൾ സംഗ്രഹിക്കാനും ഒന്നിലധികം ടാബുകളുമായി ഒരേ സമയം സംവദിക്കാനും അനുവദിക്കും. മൊബൈലിൽ iOS-ലും ആൻഡ്രോയിഡിലും ഈ സംയോജനം യൂസർമാർക്ക് ലഭ്യമാകും. ക്രോം ബ്രൗസറിനും അതിന്റെ വിശാലമായ ഇക്കോസിസ്റ്റത്തിനും ഇടയിലുള്ള ഒരു പാലമായി ജെമിനിയെ സ്ഥാപിക്കാനാണ് ഗൂഗിളിന്റെ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ. ടാബുകൾ മാറാതെ തന്നെ ഉപഭോക്താക്കൾക്ക് കലണ്ടർ, യൂട്യൂബ്, മാപ്സ് പോലുള്ള ആപ്പുകളുമായി നേരിട്ട് കണക്ട് ചെയ്യാൻ ഇനി മുതൽ കഴിയും. ക്രോമിലെ സുരക്ഷാ സവിശേഷതകളും ഗൂഗിൾ വിപുലീകരിക്കുന്നുണ്ട്. സ്കാമുകൾ, വ്യാജ വൈറസ് അലേർട്ടുകൾ, ഫിഷിംഗ് ശ്രമങ്ങൾ എന്നിവ കണ്ടെത്താനുള്ള ക്രോമിന്റെ കഴിവ് ജെമിനി AI വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. US നടപ്പിലാക്കുന്ന H-1B വിസ പരിഷ്കാരം കാരണം ലോകത്തെ പ്രമുഖ ടെക് കമ്പനികളായ ആമസോണിനും മൈക്രോസോഫ്റ്റിനും TCS-നും വരെ പണി കിട്ടും. ഇന്ത്യൻ IT പ്രൊഫഷണലുകളുടെ ഭാവി അനിശ്ചിതത്തിലാക്കുമെന്നും വിലയിരുത്തൽ. ട്രംപിന്റെ പരിഷ്കരണങ്ങൾ അമേരിക്കയിൽ H-1B വിസയിലുള്ളവർക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് ഇന്ത്യൻ IT പ്രൊഫഷണലുകളുടെ ഭാവി അനിശ്ചിതത്തിലാക്കുകയും അവരെ നിയമിക്കുന്ന ടെക് കമ്പനികൾക്ക് കനത്ത സാമ്പത്തിക ഭാരം നൽകുകയും ചെയ്യുന്നതാണ് ഈ മാറ്റങ്ങൾ. പുതിയ US പ്രഖ്യാപനമനുസരിച്ച് കമ്പനികൾ ഓരോ H-1B വിസയ്ക്കും ഇനി $1 ലക്ഷം ഫീസ് നൽകേണ്ടി വരും. നിലവിൽ $1,700 മുതൽ $4,500 വരെയാണ് വിസ പ്രോസസ്സിംഗ് ചെലവ് വരുന്നത്. സെപ്റ്റംബർ 21 മുതലാണ് ഈ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. ജീവനക്കാരുടെ വിസ ചെലവുകൾ വഹിക്കേണ്ടത് കമ്പനികളായതുകൊണ്ട് ഈ തീരുമാനം വിദേശത്തുള്ള വിദഗ്ധരെ നിയമിക്കുന്നതിനുള്ള ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കും. IT മേഖലയിലേക്ക് വിദഗ്ധരായ തൊഴിലാളികളെ തിരഞ്ഞെടുക്കുന്നതിൽ കമ്പനികൾക്കിത് അധിക ബാധ്യത സൃഷ്ടിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ട്രംപ് ഭരണകൂടത്തിൻ്റെതാണ് ഈ തീരുമാനമെന്ന് സ്രോതസ്സുകൾ പറയുന്നു. H-1B വിസ പ്രോഗ്രാമിൽ IT വ്യവസായത്തിന് വലിയ ആധിപത്യമുണ്ടായിരുന്നു. 2003-ൽ 32% ഈ ആധിപത്യം പിന്നീടുള്ള വർഷങ്ങളിൽ 65% ഉയർന്നു. US സിറ്റിസൺഷിപ്പ് ആൻഡ് എമിഗ്രേഷൻ സർവീസ് പുറത്തുവിട്ട ഫെഡറൽ ഡാറ്റ അനുസരിച്ച് ലോകത്തിലെ പ്രമുഖ ടെക് കമ്പനികളാണ് H-1B വിസയിൽ ഏറ്റവും കൂടുതൽ ജീവനക്കാരെ നിയമിക്കുന്നത്. 2025-ലെ കണക്കനുസരിച്ച് ആമസോണാണ് 1-ാം സ്ഥാനത്ത്. തൊട്ടുപിന്നിൽ ഇന്ത്യൻ IT ഭീമനായ ടാറ്റ കൺസൾട്ടൻസി സർവീസുമുണ്ട്. TCS-ന് 5000-ലധികം H-1B വിസ ഹോൾഡർമാരുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഒരു മിനി തിയേറ്റർ വേണമെങ്കിലും ആക്കി മാറ്റാൻ സാധിക്കുന്ന ലക്ഷറി EVയുമായി ടൊയോട്ടോ. 1.74 കോടി രൂപയാണ് ഈ പാനലിൻ്റെ വില. ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രചാരം നാൾക്കുനാൾ വർദ്ധിച്ചു വരുമ്പോൾ ഒരു ലക്ഷറി EV പരിചയപ്പെടുത്തുകയാണ് ടൊയോട്ടോ. ഈ പാലറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന EVക്ക് സെൽഫ് ഡ്രൈവിംഗ് സൗകര്യവുമുണ്ട്. 1.74 കോടി രൂപ വിലയിട്ടിരിക്കുന്ന ഈ പാലറ്റിന് ഒറ്റ ചാർജിൽ 250 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ സാധിക്കും. പരമാവധി 80 കിലോമീറ്റർ വരെ വേഗത്തിൽ ഇതിന് സഞ്ചരിക്കാനാകും. ലോ ഫ്ലോർ ഡിസൈനിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വാഹനത്തിൽ വലിയ സ്ലൈഡിംഗ് ഡോറുകളും നൽകിയിട്ടുണ്ട്. ഡ്രൈവിംഗ് സീറ്റ് ഉൾപ്പെടെ 17 പേർക്ക് സഞ്ചരിക്കാവുന്ന വാഹനം കാഴ്ചയിൽ ഒരു വാൻ പോലെയാണെങ്കിലും പല രീതിയിൽ നമുക്ക് രൂപകൽപ്പന ചെയ്യാനാകും. ഫുഡ് ട്രക്കായോ എൻ്റർടൈൻമെൻറ്റ് യൂണിറ്റായോ ഉപയോഗിക്കാവുന്ന വാഹനം വലിയ സ്ക്രീനും മികച്ച ശബ്ദ സംവിധാനവും ഉപയോഗിച്ച് ഒരു മിനി തിയേറ്ററായി മാറ്റിയെടുക്കാനാകും. നിലവിൽ ലെവൽ 2 ഓട്ടോമാറ്റിക്കായാണ് വാഹനം സജ്ജമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഡ്രൈവർ അനിവാര്യമാണ്. 2020ഓടെ വാഹനം പൂർണ്ണമായും ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കും. അതോടെ സെൽഫ് ഡ്രൈവിംഗ് ഫീച്ചറും ഉപയോഗിക്കാനാകും. നിലവിൽ ജപ്പാനിൽ മാത്രമാണ് ഈ പാലറ്റ് അവതരിപ്പിച്ചിരിക്കുന്നതെങ്കിലും സമീപഭാവിയിൽ തന്നെ ഇന്ത്യയിലേക്ക് പരിചയപ്പെടുത്തുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.